നമസ്കാരം സുശിരിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KPCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ MM നസീർ അവരുകളാണ്. നമസ്കാരം. നമസ്കാരം. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ മത്സരരംഗത്തേക്ക് രണ്ടാം ഊഴത്തിലാണ്. ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ UDF നേതൃത്വവും പാർട്ടി നേതൃത്വവും വീണ്ടും ഒരു അവസരം നൽകുകയും നേതൃത്വത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ഒന്ന്, നമ്മുടെ നാടിന്റെ അരക്ഷിതാവസ്ഥ. കേരളത്തിലെ മൊത്തത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ഭരണം, പിണറായിയുടെ ഭരണം നടത്തിയ കൊള്ളയും കൊള്ളരുതായ്മകളും അതിന്റെ ഇരകളായ ജനങ്ങളുടെ പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചടയമംഗലം നിയോജക മണ്ഡലമാണ്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA ആയ 5 വർഷം ഒഴിച്ച് ഇക്കാലം അത്രയും MLA-മാരായിരുന്ന അതിൽ മന്ത്രിമാരായിരുന്ന CPI-യുടെ മന്ത്രിമാർ, MLA-മാർ ഈ മണ്ഡലത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് എക്കാലത്തും എടുത്തിട്ടുള്ളത്. അവരുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലോ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലോ ഈ മണ്ഡലത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതെ, ശ്രീ മുല്ലക്കര രത്നാകരൻ മന്ത്രിയായിരുന്നു, 15 വർഷം മൊത്തം MLA ആയിരുന്നു. ചിഞ്ചുറാണി 5 വർഷം MLA ആയിരുന്നു, ഇപ്പൊ വീണ്ടും മത്സരിക്കുന്നു. അവർ ഒരു പ്രാവശ്യം മന്ത്രിയും കൂടിയായിരുന്നു. എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ അവർ നടത്തിയത്? ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു താലൂക്ക് എന്നത് എത്രയോ കാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ കടക്കൽ താലൂക്ക് ആശുപത്രി അത് വെറും റഫറൽ ആശുപത്രിയായി മാറിയിരിക്കുകയാണ്. അവിടെ രോഗികൾക്ക് ഒരു സൗകര്യമില്ല, മതിയായ ഡോക്ടർമാരല്ല, കിടത്തി സൗകര്യമില്ല, ഡയാലിസിസ് പേഷ്യൻസ് പോലും എവിടെയെങ്കിലും അനാഥമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ആകമാനം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ചിഞ്ചുറാണിക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിൽ ആകമാനം വർഗീയ കലാപങ്ങളും ധ്രുവീകരണവും നടത്തി നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ഏറ്റവും തുക്ലക് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ചെറുകിട വ്യാപാരികളെയും യുവാക്കളുടെ തൊഴിലില്ലായ്മയെ രൂക്ഷമാക്കിയ ഒരു ഭരണ നയമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള BJP-യുടെ ഭരണ സമീപനം. ഇതെല്ലാം എതിരായിട്ടുള്ള ഒരു വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ചടയമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDF ശക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ലീഡ് ഞങ്ങൾ പകുതിയാക്കി കുറച്ചു കൊണ്ടുവന്നു. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 9 പഞ്ചായത്തുകളിൽ നമുക്ക് LDF-ന് 7 പഞ്ചായത്തും ഞങ്ങൾക്ക് 2 പഞ്ചായത്തുമായിരുന്നു. അത് ഞങ്ങൾ 5 പഞ്ചായത്താക്കി. LDF-ന് 4 ഉള്ളു. ബ്ലോക്ക് പഞ്ചായത്തിൽ ഗണ്യമായ അംഗങ്ങളെ ജയിപ്പിക്കാനും ജില്ലാ പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാനും നമുക്ക് സാധിച്ചു. പാർലമെന്റ് ഇലക്ഷന് ഏകദേശം 15,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ചടയമംഗലം നിയോജക മണ്ഡലത്തിലുണ്ടായി. ഇവിടെ UDF ശക്തമാണ്. UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ശക്തമായി ഈ തെരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കും. അതുകൊണ്ട് തന്നെ വളരെ വലിയ ആത്മവിശ്വാസം നമുക്കുണ്ട്. പിന്നെ ഇവിടുത്തെ MLA സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയല്ല, അവരുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ് എന്നാണ് ഞങ്ങൾ UDF വിലയിരുത്തുന്നത്. ചടയമംഗലം താലൂക്ക് എന്ന് പറഞ്ഞല്ലോ, UDF അധികാരത്തിൽ വരികയും UDF-ന്റെ സ്ഥാനാർത്ഥി ചടയമംഗലത്ത് നിന്ന് വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചടയമംഗലം താലൂക്ക് യാഥാർത്ഥ്യമാക്കുന്നു.
ചടയമംഗലം താലൂക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി, ചടയമംഗലത്തിന് ഒരു താലൂക്ക് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഭരണം കിട്ടുമെങ്കിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും. അതിന്റെ ആസ്ഥാനം എവിടെയെന്നുള്ളത് ഇപ്പോഴ് യഥാർത്ഥത്തിൽ ഈ താലൂക്ക് ഇവർ കൊണ്ടുവരാത്തതിന്റെ കാര്യം 2 പഞ്ചായത്ത് ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ ഇത് വേണം എന്ന് ആവശ്യം വെച്ചാണ്. അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ സമവായത്തിലൂടെ എല്ലാ ജനപ്രതിനിധികളെയും പാർട്ടി പ്രതിനിധികളെയും വിളിച്ച് സമവായം ഉണ്ടാക്കി അതിലൂടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുക. കാരണം ജനങ്ങളുടെ ഒരു ആവശ്യമാണ്, ഇവിടെ രാഷ്ട്രീയം എന്നതല്ല. കൊട്ടാരക്കരയിലേക്ക് 40 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോകേണ്ടി വരുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ആവശ്യമാണ് സ്വന്തം നാട്ടില് ഒരു താലൂക്ക് എന്നുള്ളത്, അതിന്റെ വികസനം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. പ്രതികരണങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.